ഹായ് ഫ്രണ്ട്സ്, ജാക്സിൻ്റെ ബ്രദേഴ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു സെയിൽ പോസ്റ്ററാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുഞ്ഞന്മാർ നമ്മൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 2 ബ്രീഡിങ് മെയിൽസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് വന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് വിളിക്കുക. 4 കുഞ്ഞന്മാരുണ്ട്. ഒരു ഷായിലി ഒരു കുഞ്ഞ്, പിന്നെ ജാക്കപ്പുള്ളിൽ 2 കുഞ്ഞ്, ഒരു സബ്ജയിൽ ഒരു കുഞ്ഞ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കാണിച്ചത് പോലെ തന്നെയാണ് നമ്മൾ ക്ലാവർ ജോഡി, അത് ഷായിലി മെയിലും റക്കോള ഫീമെയിലും അവരേലും ഒരു കുഞ്ഞുണ്ട്. പിന്നെ നമ്മളെ ചാമ്പ ഫീമെയിലും വെള്ളക്കലങ്ങ മെയിലും അവരേലും ഒരു സബ്ജ കുഞ്ഞുണ്ടായിരുന്നു, ആ ഒരു കുഞ്ഞ്. പിന്നെ നമ്മളെ ജാക്സീന ജോഡി, ജാക്സീന കലാങ്കണ്ണ് മെയിലും ജാക്സീന ചോരക്കണ്ണ് മെയിലും അവരെ ഒരു ജോഡി ഒരു കുഞ്ഞുണ്ട്. പിന്നെ തന്നെ നമ്മൾ ജാക്കധാര മെയിലും ജാക്കുവാലി ഫീമെയിലും അവരൊരു കുഞ്ഞു. മൊത്തം 4 കുഞ്ഞുങ്ങളാണ് നിലവിൽ കൊടുക്കാനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 മെയിൽ വന്നിട്ട് സുർമ കുല്ലിൽ ഒരു മെയിലും ഉണ്ട്, ചാമ്പ പുള്ളിയിൽ ഒരു മെയിലും അടിപൊളി ഒരു മെയിലും ഉണ്ട്. ഇപ്പോൾ ടോട്ടൽ പറഞ്ഞാൽ ഒരു 6 പ്രാവുകളാണ്, 2 ബ്രീഡിങ് മെയിൽസും 4 കുഞ്ഞുങ്ങളും. അപ്പോൾ ആവശ്യമുള്ളവരെ വിളിക്കുക. അപ്പോൾ നേരെ നമുക്കുള്ള വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നേരെ നമ്മൾ വീഡിയോ പോകാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മളെ പ്രാവുകളെല്ലാം നമ്മളിതാ തുറന്നു വിട്ടിട്ടുണ്ട്. കുറേ ദിവസമായി മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസമായി തുറന്നൊക്കെ വിട്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറവുള്ളതുകൊണ്ട് നമ്മൾ പ്രാവുകളെല്ലാം നമ്മളിതാ തുറന്നു വിട്ടിട്ടുണ്ട്. ഓക്കെ, മഴക്കോൾ ഇപ്പോഴും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. 3-4 ദിവസമായി, 4-5 ദിവസമായി തുറന്നു വിട്ടിട്ട്. അപ്പം അമ്മാതിരി മഴയായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മഴ കുറവുള്ളതുകൊണ്ട് നമ്മൾ തുറന്നു വിടുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിലിനുള്ള പ്രാവിനെ കണ്ടിട്ട് തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ബേർഡ് എന്ന് പറയുന്നത്. നമ്മളെ ഷായിലിയിൽ ജോഡിയിലെ ഒരു കുഞ്ഞാണ്. ഓക്കെ, നമ്മളെ ക്ലാവർ ഷായിലി മെയിലും നമ്മളെ സബ്ജാറൊക്കെയുള്ള ഫീമെയിലും ആ ജോഡിയുടെ ഒരു കുഞ്ഞാണ്. നല്ല കിടിലൻ കുഞ്ഞാണ്, 0 കൊല്ലി കുഞ്ഞാണ്. ഓക്കെ, നിങ്ങൾക്ക് കൊണ്ടുപോയി ധൈര്യമായിട്ട് പറപ്പിക്കാം. നിങ്ങൾ കൺഫേം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. പ്രോപ്പർ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ പക്കാ റിസൾട്ടായിരിക്കും. അപ്പോൾ 0 കൊല്ലി കുഞ്ഞാണ്. ഇതാണ് നമ്മളെ ഫസ്റ്റ് കുഞ്ഞെന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത കുഞ്ഞിനെ നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത്. ഇത് നമ്മളെ സബ്ജയിലൊരു കുഞ്ഞാണ്. ചെറുതായിട്ട് ചാമ്പ ഷീടൊക്കെ ഉണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മളെ ചാമ്പ ഫീമെയിലിൻ്റെയും വെള്ള കലങ്ക മെയിലിൻ്റെയും കുഞ്ഞാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന പോലെ ആ ഒരു ജോഡിയുടെ കുഞ്ഞാണ്. ആ ഒരു അമ്മൂമ്മ വഴി പ്രാവ് എന്നൊക്കെ പറഞ്ഞില്ല, ആ ഒരു വഴി പ്രാവാണ്. ഒരു കിടിലം ഒരു കുഞ്ഞാണ്. കൊണ്ടുപോയി ധൈര്യമായിട്ട് പറപ്പിക്കാം. ഇത് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടും. നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് തരും. സബ്ജയിലാണ്. ഓക്കെ, 0 കൊല്ലി കുഞ്ഞാണ്, നല്ല റിസൾട്ടുള്ളൊരു കുഞ്ഞാണ്. ഓക്കെ, അപ്പം അടുത്ത പ്രാവിനെ നമ്മൾ കാണിച്ചു തരാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത്. ഇത് നമ്മളെ ജാക്സീന ജോഡിയുടെ കുഞ്ഞാണ്. ജാക്സീന കലങ്ങക്കണ്ണ് ഫീമെയിലിൻ്റെയും ജാക്സീന ചോരക്കണ്ണ് മെയിലിൻ്റെയും ജോഡിയുടെ ഒരു കുഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുകയാണ്. ഇതും 0 കൊല്ലി കുഞ്ഞാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിക്കാം. ഒരു 10-14 മണിക്കൂർ മേലെ നമുക്ക് റിസൾട്ട് കൺഫേം ആയിട്ട് കിട്ടും. 0 കൊല്ലി കുഞ്ഞാണ്, നല്ല റിസൾട്ട് കിട്ടും. ഇത് തെളിഞ്ഞ് ജാക്ക് പുള്ളിയിലോട്ടാവും ഒരു കുഞ്ഞാണ്. അപ്പോൾ നമുക്ക് അടുത്ത കുഞ്ഞിനെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത കുഞ്ഞ്. ജാക്കിപ്പുള്ളിയിൽ ഒരു കിടില ഒരു കുഞ്ഞാണ്. ഇത് നമ്മളെ ജാക്കുവാലി ഫീമെയിലിൻ്റെ ജാക്കധാര മെയിലിൻ്റെ കുഞ്ഞാണ്. ഇതിൻ്റെ മൂത്ത കുഞ്ഞാണ്. 10 മണിക്കൂറൊക്കെ പറന്നെന്ന് പറയണത്. 10-14 മണിക്കൂറോളം പറക്കാൻ നല്ല കപ്പാസിറ്റി ഉള്ള ഒരു പ്രാവാണ്. 0 കൊല്ലി കുഞ്ഞാണ്. ഓക്കെ, ഇതിൻ്റെ പാരൻസിനെ നിങ്ങൾക്കറിയാം, നമ്മൾ പഴയ വീഡിയോ കണ്ടൊക്കെ അറിയാം. ജാക്കുവാൽ ഫീമെയിലും ജാക്കധാര മെയിലിനും അവർക്ക് ഇറങ്ങിയൊരു കുഞ്ഞാണ്. ഓക്കെ, നല്ലൊരു കിടിലൻ കുഞ്ഞാണ്. നിങ്ങൾക്ക് നല്ല ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. 0 കൊല്ലി കുഞ്ഞാണ്. ഓക്കെ, അപ്പോൾ ഈ 4 കുഞ്ഞുങ്ങളാണ് കൊടുക്കുള്ള കേട്ടോ. ഷാലിയിൽ ജാക്കിപ്പൂളിയിൽ 2 കുഞ്ഞ്, പിന്നെ സബ്ജയിൽ ഒരു കുഞ്ഞാണ്. കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും. അത്രയ്ക്കും ഗ്യാരണ്ടിയാണ്, ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയോടെ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾ തരുന്നത്. നിങ്ങൾക്കറിയാം, പാരൻസിനെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഇത് പോയിട്ട് നമുക്കൊരു 2 മെയിലും കൂടെ സെയിലിനുണ്ട്, അതും കൂടെ നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ 4 കുഞ്ഞാണ് ഇപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 0 കൊല്ലി കുഞ്ഞുങ്ങളാണ്. അപ്പം നമുക്ക് ബാക്കി ആ 2 മെയിലിനെയും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മൾ പറഞ്ഞതിൽ ഒരു മെയിൽ എന്ന് പറയുന്നത് ചാമ്പപ്പുള്ളിയാണ്. നല്ലൊരു കിടിലം ഒരു മെയിലാണ്. ബ്രീഡിങ്ങിന് പറ്റിയ
പറ്റിയ ഒരു മെയിലാണ്. കുഞ്ഞുങ്ങളൊക്കെ ഒരു 10-14 മണിക്കൂർ കൺഫേം ഗ്യാരണ്ടിയാണ്. അപ്പോൾ ചാമ്പപ്പുള്ളിയിലാണ് മെയിൽ വരുന്നത്. അപ്പോൾ ആളിപ്പോൾ നല്ല പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ കിടന്ന് ചാർന്നത്. ചോരക്കണ്ണിലാണ് കേട്ടോ മെയിൽ വരുന്നത്. നല്ലൊരു മെയിലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത മെയിലെന്ന് പറയുന്നത്. സുർമ ഗുല്ലെന്ന് പറയും. നല്ലൊരു കിഡിലം ബ്രീഡിങ് മെയിലാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എൻ്റെ കുഞ്ഞുങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യിക്കാം. നല്ല കിഡിലൊരു മെയിലാണ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമുക്ക് നിലവിൽ സെയിലിനുള്ള ബേഡ്സ് എന്ന് പറയുന്നത്. 4 കുഞ്ഞന്മാരും പിന്നെ അതുപോലെ 2 ബ്രീഡിങ് മെയിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രാവമാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിൽ ചെയ്യുക. നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. പിന്നെ അതേപോലെ കുഞ്ഞുങ്ങളെ റേറ്റ് വരുന്ന ഒരു കുഞ്ഞിന് 1000 രൂപയാണ്. അപ്പോൾ നമുക്ക് 4 കുഞ്ഞൊക്കെ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. ഓക്കെ, പിന്നെ മെയിൽസ് അതേപോലെ തന്നെ അത്യാവശ്യം റേറ്റായ പ്രാവാണ്. നമുക്കതും എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തരും. ആവശ്യമുള്ളവർ നമുക്ക് കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ വേറെ വലിയ വിശേഷമൊന്നുമില്ല. നമ്മൾ ഈ സെയിൽ പോസ്റ്റായിട്ടാണ് വന്നത് മെയിനായിട്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.